ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയുണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് കൊടുക്കുന്നത് ഈ വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ അനുബന്ധിച്ചു. അപ്പോൾ ആ ഒരു പദ്ധതി പ്രകാരം എനിക്ക് ലഭിച്ച കുറച്ച് പ്ലാന്റ്സ് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇത് അറിയാത്തവരായ ഒരുപാട് പേരുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലും കൂടെ അറിയിക്കുക. 1 കോടി വൃക്ഷത്തൈയുടെ പദ്ധതിയാണ് ഇത്. ഞാൻ ശരിക്കും ന്യൂസ് പേപ്പറിലൂടെയാണ് അറിഞ്ഞത്. എനിക്ക് ആദ്യം നിങ്ങൾ കണ്ടില്ലേ, ആ മാവ് ഞാൻ നട്ടതിന് ശേഷമാണ് ആലോചിച്ചത് ഇതിനൊക്കെ വീഡിയോ ചെയ്ത് മറ്റുള്ളവർക്ക് അറിയാത്തവർക്കും കൂടി ഇൻഫർമേഷൻ പാസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം എനിക്ക് മാവ് കൂടാതെ പേര കിട്ടിയിട്ടുണ്ട്, മാംഗോസ്റ്റിൻ കിട്ടിയിട്ടുണ്ട്, പിന്നെ റംബൂട്ടാൻ കിട്ടി. ഇത് മാംഗോസ്റ്റിനാണ്, മാംഗോസ്റ്റിൻ്റെ തൈയാണിത്. അപ്പം നല്ല തൈകളാണ് അവർ തന്നതെല്ലാം, ഗവൺമെൻറ് തന്നതെല്ലാം നല്ല തൈകളാണ്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒരു അപേക്ഷ അയക്കേണ്ട ഫോമും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് റംബൂട്ടാൻ്റെ തൈകളാണ് കേട്ടോ. ഇത് റംബൂട്ടാൻ ഓൾറെഡി വീട്ടിൽ റംബൂട്ടാൻ ഉണ്ട്, പിന്നെ ഗവൺമെൻറ് സപ്ലൈ ചെയ്തപ്പോൾ വാങ്ങിയതേ ഉള്ളൂ. വീട്ടിലുള്ള റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ സീഡ്ലെസ് റംബൂട്ടാനാണ്. ഇത് നമ്മുടെ നാടൻ ഇനമാണ്. പിന്നെ ഇത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈയാണ്. ഇലയെല്ലാം കൊഴിഞ്ഞു പോയി, പക്ഷേ മൂട് നല്ല പ്ലാന്റ് തന്നെയാണ്, നല്ല മൂടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പം ഇത് ഒരുപാട് പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് അപേക്ഷയിൽ ഒരുപാട് പ്ലാന്റ്സ് കൊടുത്തായിരുന്നു, പക്ഷേ ഞാൻ ചെന്നപ്പോൾ ലേറ്റായിപ്പോയി. എൻ്റെ ടൈം 2 മണിയായിരുന്നു, ഞാൻ ചെന്നപ്പോൾ 3 മണിയായി പോയതുകൊണ്ട് കുറച്ച് പ്ലാന്റ്സ് എല്ലാം മിസ്സായി. ഞാൻ മാംഗോസ്റ്റിൻ നട്ടിട്ടുണ്ട്. ആദ്യം തന്നെ നല്ല ഒരു ഇനം മാവ് നട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഇമെയിൽ അഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് വഴി ഞാൻ ആദ്യം അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയും പറഞ്ഞു തരാം. ഇത് മലയാള മനോരമയിലെ പേപ്പർ കട്ടിംഗ് ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇമെയിൽ അയക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അവർക്ക് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്നുണ്ട് 2 ഘട്ടമായിട്ടാണ് ഫ്രൂട്ട് പ്ലാന്റ്സ് കൊടുക്കുന്നതെന്ന്. അപ്പം അവർക്ക് ആദ്യം ഇമെയിൽ അയച്ചപ്പോൾ അവർ തിരിച്ച് റിപ്ലൈ തന്നായിരുന്നു. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യണമെന്ന്. അപേക്ഷാ ഫോം 4 പേപ്പറാണ്. ഞാൻ ആദ്യം കാണിച്ച 2 പേപ്പർ മാത്രമേ നമുക്ക് യൂസ്ഫുൾ ഉള്ളൂ. ഇനി അപേക്ഷാ ഫോം എങ്ങനെ എഴുതണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപേക്ഷാ ഫോം എഴുതുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് പേരും കറക്റ്റ് ഇമെയിൽ ഐഡിയും നമ്പറും ഒട്ടും മാറ്റം വരുത്താതെ അതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും രീതിയിൽ എഡിറ്റ് ചെയ്ത് ചേർത്താൽ മതി. ഇപ്പോഴത്തെ സമയമായിട്ട് നമുക്ക് കടകളിലൊന്നും പോയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് അയച്ചു കൊടുക്കാനൊന്നും നിർവാഹമില്ല. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ള ഫോർമാറ്റ് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇതിനകത്ത് ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് ദിവസം കൂടി ന്യൂസുണ്ട്. 1 കോടി വൃക്ഷ പദ്ധതിയാണിത്. അപ്പോൾ ഇത് 2 ഘട്ടമായിട്ടാണ് നടത്തുന്നത്. എനിക്ക് തോന്നി ഏതാണ്ട് സെപ്റ്റംബർ അവസാനം വരെ ഇതിൽ അപേക്ഷ കൊടുക്കാൻ തോന്നുന്നു. അറിയാത്തവർ ഒരുപാട് പേര് കാണും. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് ഇതെല്ലാവരെയും അറിയിക്കുക. ഇതുപോലുള്ള അവസരങ്ങൾ വല്ലപ്പോഴും കിട്ടാറുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്ന രീതിക്ക് നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തെങ്ങാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മാറ്റം വരുത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്കിത് അപേക്ഷ സമർപ്പിക്കാം. ഞാൻ PDF ആയിട്ടാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇമേജായിട്ട് തന്നെ ഇമെയിൽ അഡ്രസ്സ് വഴി അവർക്ക് അയച്ചു കൊടുക്കാം. 1 കോടി വൃക്ഷ പദ്ധതിയാണ് ഇവർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് 2 ഘട്ടമായിട്ടാണ് നടത്തുന്നത്. ആദ്യത്തെ ഘട്ടം മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയും അവസരങ്ങളുണ്ട്. ഒരുപാട് വൃക്ഷത്തൈകൾ അവർ ചെയ്യുന്നുണ്ട്. ഫലവൃക്ഷങ്ങൾ ഒരുപാട് തന്നെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഇതിന് റിക്വസ്റ്റ് അയച്ച് നിങ്ങളും ഇതുപോലുള്ള വൃക്ഷത്തൈകൾ വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ അപേക്ഷാ ഫോമിൽ നമ്മുടെ ഒപ്പ് രേഖപ്പെടുത്തേണ്ട ഒരു സ്ഥലമുണ്ട്. അത് നിങ്ങൾ സാധാരണ ഒരു പേപ്പറിൽ ഒപ്പിട്ടതിന് ശേഷം ഫോട്ടോ എടുത്ത് ക്രോപ്പ് ചെയ്ത് നമ്മൾ അതിനകത്തോട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഈ ഒരു ഫലവൃക്ഷ പദ്ധതിയുമായി അനുബന്ധിച്ച് എന്ത് തന്നെ സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരിക കേട്ടോ. എല്ലാവരും അപ്ലൈ ചെയ്യുക. ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്.